ദേ പിടിച്ച ഒരു സ്റ്റാർ സ്ട്രൈക്കർ ഇണ്ണിമാൻ ചോദ്യം ഇതാ, വിച്ച് ബ്ലഡ് സെൽ ക്യാരി ഓക്സിജൻ ഫ്രം ദ ബ്ലഡ്? അതായത് രക്തത്തിൽ നിന്നും ഓക്സിജനെ വഹിക്കുന്ന കോശം ഏതെന്നുള്ളതാണ് ചോദ്യം. ആൻസർ സിമ്പിളാണ്, റെഡ് ബ്ലഡ് സെല്ല്. അതായത് അരുണ രക്താണു, ചുവന്ന രക്താണു. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ചുവന്ന രക്താണുവിനെ ഈ പണി ഏൽപ്പിച്ചത്? ഓക്സിജനെ സ്വീകരിക്കാൻ വേറെ ഏതെങ്കിലും വൈറ്റ് ബ്ലഡ് സെല്ലിനെ പ്ലേറ്റ്ലെറ്റിനെ ഏൽപ്പിച്ചാൽ പോരാ. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ദാ പിടിച്ചോ, ചുവന്ന രക്താണുവിന് ഡിസ്ക് ഷേപ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ ഓക്സിജൻ കൊള്ളും. പിന്നെ മാത്രമല്ല 45 to 60 lakhs വരെ അതുണ്ട്. അതായത് 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ അത് ഒരു തുള്ളി രക്തത്തിൽ കാണപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇഷ്ടം പോലെ RBC ഉണ്ട് എന്നായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്സിജനെ കുത്തി നിറക്കാൻ പറ്റും. പിന്നെ മാത്രമല്ല ന്യൂക്ലിയസോ മറ്റു കോശാംഗങ്ങളോ ന്യൂക്ലിയസോ മറ്റ് സെൽ ഓർഗനൽസോ ഇതിൻ്റെ ഉള്ളിലില്ല. അതുകൊണ്ട് തന്നെ കുറേ സ്പേസ് കിട്ടും. പിന്നെ അതിലേറെ വലിയ പ്രത്യേകത, ഫുൾ ഓഫ് ഹീമോഗ്ലോബിൻ വിച്ച് ഹാസ് അഫിനിറ്റി ടു ഓക്സിജൻ. ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ ഹീമോഗ്ലോബിൻ ഉണ്ട്. ആ ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഓക്സിജനോട് ഭയങ്കര ഡിങ്കോൾഫിയാണ്. അപ്പോൾ ഓക്സിജൻ വേഗം അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? ഓടിയെത്തും, മാടിയെത്തും. കാരണം ഓക്സിജനോട് ഭയങ്കര പ്രതിപത്തി, അഫിനിറ്റി, ഭയങ്കര ഒരു ത്വരയാണ്, ടെൻഡൻസിയാണ്. സോ ഈ 4 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പണി ആരെ ഏൽപ്പിച്ചത്? റെഡ് ബ്ലഡ് സെല്ലിംഗിൽ അരുണ രക്താണുവിനെ ഏൽപ്പിച്ചത്. സോ ഗുഡ് ബൈ.